റഷ്യൻ പ്രസിഡന്റിന്റെ സമനില തെറ്റിയോ? റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വ്ളാഡിമിർ പുടിൻ നടത്തുന്ന പല പ്രസ്താവനകളും വിചിത്രമാണ്. അതാണ് പുടിൻ്റെ സമനില തെറ്റിയോ എന്ന് സംശയിക്കാൻ കാരണം. ഇപ്പോൾ ജനങ്ങളെ അമ്പരപ്പിച്ച് പുതിയ പ്രസ്താവനയുമായി പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. റഷ്യയിലെ ജനസംഖ്യ ആശങ്ക ജനിപ്പിക്കും വിധം കുറയുന്ന സാഹചര്യത്തിൽ അതിനെ നേരിടാനുള്ള നിർദ്ദേശമെന്ന നിലയിലാണ് പുടിൻ്റെ പുതിയ പ്രസ്താവന. ജോലിക്കിടെ ഉച്ചഭക്ഷണത്തിനും ചായയ്ക്കും ഉൾപ്പെടെയുള്ള ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പുടിൻ നിർദ്ദേശിച്ചുവെന്നാണ് ഇംഗ്ലീഷ് മാധ്യമമായ മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ റഷ്യയിൽ ഒരു സ്ത്രീക്ക് 1.5 കുട്ടികളാണ് ശരാശരി ഉണ്ടാകുന്നത്. ഇത് 2.1 ഉയർത്തുകയാണ് ലക്ഷ്യം. യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം രാജ്യത്ത് ജനസംഖ്യ താഴേക്ക് പോയിരുന്നു. യുവാക്കളിൽ 10 ലക്ഷത്തോളം പേർ രാജ്യം വിട്ടത് ഇതിനാക്കം കൂട്ടി. ഇതോടെയാണ് റഷ്യൻ സർക്കാർ യുവാക്കളോട് കുട്ടികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത്. ജോലി കുട്ടികളെ ജനിപ്പിക്കുന്നതിനൊരു തടസ്സമായി മാറരുതെന്നാണ് റഷ്യയിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഉച്ചഭക്ഷണത്തിൻ്റെയും ചായ കുടിക്കാനും എടുക്കുന്ന ഇടവേളകളിൽ വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ് മന്ത്രി നിർദ്ദേശിക്കുന്നത്. 1999 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ജനനനിരക്കാണ് ഇപ്പോൾ റഷ്യയിലുള്ളത്. ഇക്കഴിഞ്ഞ ജൂൺ മാസം റഷ്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ജനനനിരക്കിലെ ഈ കുത്തനെയുള്ള ഇടിവാണ് സർക്കാരിനെ നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്. 2023 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിനേക്കാൾ 16,000-ഓളം കുറവാണ് ഈ വർഷം ഇതേ കാലയളവിലെ ജനനങ്ങൾ എന്നാണ് റിപ്പോർട്ട്. ജനനനിരക്കിലെ കുറവിന് പുറമെ റഷ്യയിൽ മരണങ്ങളുടെ എണ്ണം കൂടിയതും ജനസംഖ്യാ ഇടിവിന് കാരണമാകുന്നുണ്ട്. മുൻ വർഷത്തേക്കാൾ 49,000 മരണങ്ങളാണ് ഈ വർഷം റഷ്യയിൽ കൂടിയത്. രാജ്യത്ത് ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഉയർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് റഷ്യ. 18-നും 40-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സൗജന്യ ഫെർട്ടിലിറ്റി പരിശോധനയടക്കം രാജ്യത്ത് നടത്തുന്നുണ്ട്. ചെല്യാബിംഗ് പ്രവിശ്യയിൽ 24 വയസ്സിൽ താഴെയുള്ള യുവതികൾക്ക് 1.02 ലക്ഷം റൂബിൾ ആദ്യ പ്രസവത്തിന് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.